കൂട്ടുകാരെ, പൈൻബോ കുട്ടിക്കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാട്ടിലെ പല ജീവികളെയും റാഞ്ചി കൊണ്ടുപോകുന്ന പരുന്തച്ഛന് ഡിങ്കനും കൂട്ടരും ഒരു പണി കൊടുത്തു. ആ കഥ കാണാം. സാറ, നമ്മുടെ കുഞ്ഞിക്കിളി എവിടെ? അവളെവിടെ പോകാനാ? അരുവിയുടെ അടുത്ത് തന്നെ കാണും. അല്ല, ഞാൻ അവളെ അവിടെ കണ്ടില്ല, അതാ ചോദിച്ചേ. അപ്പോൾ അവിടേക്ക് കുഞ്ഞിക്കിളി വരുന്നു. ഓ, കുഞ്ഞിക്കിളി വന്നല്ലോ. നീ രാവിലെ തന്നെ എവിടെയായിരുന്നു? രാവിലെ ആ കുഞ്ഞൻ മുയലിനെ പരുന്തച്ഛൻ തട്ടിക്കൊണ്ടുപോയത്രേ. അയ്യോ, ഞാൻ ആ കുഞ്ഞൻ മുയലിന്റെ അമ്മയുടെ കൂടെ ആയിരുന്നു. പാവം, കഴിഞ്ഞ ആഴ്ച ആ കിട്ടുത്തത്തമ്മയില്ലേ, തലനാരിഴയ്ക്ക് ആ പരുന്തച്ഛന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് കേട്ടു. നമുക്ക് ആ പരുന്തച്ഛനെ ഒരു പാഠം പഠിപ്പിച്ചാലോ? കാട്ടിലെ പല ജീവികളെയും ഒളിഞ്ഞിരുന്ന് റാഞ്ചി കൊണ്ടുപോകുന്ന പരുന്തച്ഛൻ അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ. കുറെ കാട്ടുമൃഗങ്ങളെ തട്ടിക്കൊണ്ടുപോയി പരുന്തച്ഛൻ തന്റെ കൂട്ടിലിട്ട് തിന്നുമത്രേ. കാട്ടിലെ ചെറിയ പ്രാണികളുടെ സമാധാനം ഇല്ലാതായ അവസ്ഥയിലാണ്. എന്തായാലും കുഞ്ഞിക്കിളിയും കൂട്ടരും പരുന്തച്ഛന് ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, നമുക്ക് ഈ പരുന്തച്ഛനെ എങ്ങനെ കൊടുക്കാം? വഴിയുണ്ട്. എന്റെ കൂട്ടുകാരോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും കാണുമ്പോൾ പരുന്തച്ഛൻ റാഞ്ചി കൊണ്ടുപോകാൻ വരും. അപ്പോൾ നമുക്ക് വലയിട്ട് പിടിക്കാം. എന്തു പറയുന്നു? ഇത് പൊളിക്കും. അങ്ങനെ പരുന്തച്ഛനെ ആകർഷിക്കാനായി നമ്മുടെ കുതന്ത്രശാലിയായ കുഞ്ഞിക്കിളി തന്റെ കുറെ കൂട്ടുകാരെ വരാൻ പറയുന്നു. കുറെ പക്ഷികളെ കാണുമ്പോൾ പരുന്തച്ഛൻ എത്തുമല്ലോ. കുഞ്ഞിക്കിളിയുടെ ബുദ്ധി കൊള്ളാമല്ലേ? കൂട്ടുകാരെ, നിങ്ങൾ കുറെ കലപില ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കോ. പരുന്തച്ഛൻ വരട്ടെ. നിങ്ങൾ പേടിക്കണ്ട, പരുന്തച്ഛൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. അങ്ങനെ കുഞ്ഞിക്കിളി പറഞ്ഞതനുസരിച്ച് പക്ഷിക്കൂട്ടം പരുന്തച്ഛൻ പതിവായി വരുന്ന സ്ഥലത്തെത്തുന്നു. ഈശ്വരാ, ഇന്നത്തേക്ക് ബമ്പർ ലോട്ടറി ആണല്ലോ. കുറെ പക്ഷികൾ. ഇന്നത്തെ കാര്യം അങ്ങനെ കുശാലായി. കുഞ്ഞിക്കിളിയുടെയും കൂട്ടരുടെയും കെണി പരുന്തച്ഛനുണ്ടോ അറിയുന്നു. പാവം പരുന്തച്ഛൻ പക്ഷികളെ പിടിക്കാൻ താഴേക്ക് പറന്ന് വരുന്നു. ഡിങ്ക, വലയെടുത്ത് വീശിക്കോ. അയ്യോ, ഞാൻ കെണിയിൽപ്പെട്ടേ. ഇത് കണ്ടോ കൂട്ടുകാരെ, ഡിങ്കനും സാറയും വല വീശി ആ പരുന്തച്ഛനെ കെണിയിൽ പെടുത്തി. ഇനി എല്ലാവർക്കും കാട്ടിൽ സ്വതന്ത്രമായി ഉല്ലസിക്കാം. കള്ളപ്പരുന്തിനെ പിടിച്ചേ. സിംഹരാജന്റെ പിറന്നാളല്ലേ നാളെ. ഈ കള്ളപ്പരുന്തിനെ രാജാവിന് തിന്നാൻ കൊടുക്കാം. അയ്യോ, ചതിച്ചേ.